ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നാട്ടിൽ വെക്കേഷൻ വരുമ്പോൾ പല വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പൊടി പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു മൈക്രോവേവ് ഓവൻ. ആരും യൂസ് ചെയ്യാതെ കിടക്കുന്നതാണ്. അതായത് ഒന്നാമത്തെ കാര്യം, നല്ല കറണ്ട് ബില്ലാണ് നാട്ടിൽ മൈക്രോവേവ് യൂസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം, പലർക്കും ഇതെങ്ങനെ യൂസ് ചെയ്യണം, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഉള്ളത് അറിയില്ല. പലർക്കും പേടിയാണ്, ഇതിനകത്തിൽ എക്സ്റേ വരുമോ. കാരണം പലരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, മൈക്രോവേവിൽ വെച്ചാൽ ക്യാൻസർ വരും, റേഡിയേഷൻ വരും, ക്യാൻസർ വരും, അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തിൽ എക്സ്റേസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് മൈക്രോവേവിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസിയാണ്, എക്സ്റേയുടെ ഫ്രീക്വൻസി അല്ല. അപ്പോൾ നമ്മുടെ ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഹൈ വോൾട്ടേജ് അത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ എനർജി വെച്ചിട്ടാണ് നമ്മുടെ ഫുഡിനകത്തിലെ വാട്ടർ കണ്ടൻറ്റിനെ അത് മൂവ് ചെയ്യിക്കും. അങ്ങനെയാണ് അതുപോലും അത് ഹീറ്റാവും. അത് വാട്ടർ മോളിക്യൂൾസ് ഹീറ്റായിട്ട് അങ്ങനെയാണ് അതിലെ പ്രവർത്തനം നടക്കുന്നത്. അതായത് മൈക്രോവേവിൽ നമ്മൾ ഫുഡ് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പം റൈസ് ചൂടാക്കാൻ തന്നെ മൈക്രോവേവിൽ വെക്കുമ്പം കുറച്ച് വെള്ളം തിളച്ചിട്ട് വെക്കുന്നതിൻ്റെ കാരണം അതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, മൈക്രോവേവിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബേക്കിങ്, റോസ്റ്റിങ്, പിന്നെ റീഹീറ്റ് ചെയ്യാൻ പറ്റും ഫുഡ്, ടീ, കോഫി ഇതെല്ലാം ചെയ്യാൻ പറ്റും, കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിനകത്തിൽ. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മെറ്റൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് സ്പൂണ്, ഫോർക്ക്, പിന്നെ നമ്മൾ വെക്കുന്ന ഈ കണ്ടെയ്നർ മെറ്റൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അലുമിനിയം, സ്റ്റീൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. തീ ഉണ്ടാവും, പെട്ടെന്ന് തീ പോലെ ഇത് സ്പാർക്ലിംഗ് ഉണ്ടാവും, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മെയിനായിട്ട് ഗ്ലാസിൻ്റെ പാത്രത്തിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വുഡൻ ആയിട്ടുള്ള ഇത് വെച്ചാലൊന്നും പ്രശ്നമില്ല. അതായത് സിൽവർ ഫോയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ കിച്ചണിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധമാണ്. നമ്മൾ പെട്ടെന്ന് അറിയാതെ സിൽവർ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് മൈക്രോവേവിൽ വെക്കും, പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടായിട്ട് തീ വരും അതിനകത്തിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ സ്പൂണ്, ഫോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റീലിൻ്റെ മെറ്റീരിയൽസ് ഒന്നും അതിൽ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നീട് ഫുഡ് ചൂടാക്കാൻ സമയം ഭയങ്കര ലാഭമാണ്. അതായത് ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മൈക്രോവേവിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഗ്യാസിൽ വെച്ച് ഫ്രൈ ചെയ്ത സാധനം വീണ്ടും അതിനകത്ത് മീറ്റ് കുക്കാവാൻ വേണ്ടി മൈക്രോവേവിൽ എളുപ്പമാണ്. അങ്ങനെ പ്രീ കുക്കഡായിട്ടുള്ള ഫുഡ് അതിൻ്റെ ഫിനിഷിങ്ങിന് സഹായിക്കും. അതായത് എക്സാമ്പിൾ, തന്തൂറിനകത്തിലൊക്കെ നമ്മൾ ചെയ്ത ഫുഡ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ബാർബിക്യൂ ചെയ്യുമ്പോൾ, വീട്ടിൽ ബാർബിക്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒത്തിരി നേരം നമ്മൾ വെക്കുമ്പം പുറം മാത്രം, ഈ ചിക്കൻ്റെ ഒക്കെ പുറം മാത്രം കുക്കാവും, അകം കുക്കാവത്തില്ല ചില സമയത്ത്. അപ്പോൾ അതിന് മൈക്രോവേവ് നോക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്തൂറിൽ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മൈക്രോവേവിൽ വെക്കുമ്പോഴത്തേന് അകത്തെ അതിൻ്റെ ഫ്ലഷ് കുക്കായി കിട്ടും, എളുപ്പം ഈസിയായിട്ട് കുക്കായി കിട്ടും. അങ്ങനെ പിന്നീട് ഒത്തിരി യൂസ് ഉണ്ട്. അതിൽ ചിലത് പറയാം. ഈ നമ്മുടെ നാരങ്ങ എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ, നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നേരം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് നമ്മളത് പിഴിയുമ്പോൾ അതിൻ്റെ ജ്യൂസ് വളരെ കുറച്ചധികം കിട്ടുന്നത്, പകുതി അതിനകത്ത് നിന്ന് ഇരിക്കും. അന്നപ്പോൾ എന്ത് ചെയ്യണം, നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് സിട്രസ് ഇതെടുത്തിട്ട് നമ്മൾ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെക്കുക. 30 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് പിഴിഞ്ഞ് നോക്കുക. അതിൻ്റെ ഫുള്ള് ജ്യൂസ് നമുക്ക് കിട്ടും. അതായത് അത് കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും, ഈ നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. എന്നിട്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ടീ ഉണ്ടാക്കാൻ പറ്റും. മൈക്രോവേവിൽ എങ്ങനെ 2 മിനിറ്റ് കൊണ്ട്
എളുപ്പത്തിൽ ടീ ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ തുടങ്ങിയാണ്. ആദ്യമായിട്ട് ഇവിടെ ടീയുടെ പൗഡർ കിട്ടും, അതായത് ബ്ലാക്ക് ടീയുടെ പൗഡർ നമുക്ക് ഓൾറെഡി പാക്കഡായിട്ട് കിട്ടും. ഇത് വേറെ ഒരു സ്ട്രോബെറി ഫ്ലേവറുള്ള ഒരു ടീയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ടീയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചെറിയ പാക്കറ്റ് കിട്ടും. പ്രവാസികൾക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് ഈ സംഭവം. ഇത് കപ്പെടുക്കുക, കപ്പിനകത്തിൽ പഞ്ചസാരയാണ്. ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്കിടുക, കപ്പിലേക്കിടുക. അപ്പോൾ അത് കപ്പിലേക്കിട്ടു. ആവശ്യത്തിന് വെള്ളം എടുക്കുക. കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സാക്കി കിട്ടും. ഇതിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് സംഭവം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം മൈക്രോവേവിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ടൈം സെറ്റ് ചെയ്യണം. വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് 2 minutes സെറ്റ് ചെയ്യുക. അതിൽ ഡിജിറ്റ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്രോ ഓണാവും. ഓണായതിന് ശേഷം അതിങ്ങനെ ഒന്ന് കറങ്ങും. കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് പരിപാടി കഴിഞ്ഞു. അതായത് പിന്നീട് നമ്മളൊന്നും അറിയേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി കോഫി റെഡിയായിട്ട് 2 മിനിറ്റിനുള്ളിൽ കോഫി റെഡിയായിട്ട് ഇറങ്ങി വരും. അതാണ് സംഭവം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.